പറടി, നീ മൊബൈൽ ഫോൺ എന്തിനാ ഒളിപ്പിച്ചു വെച്ചത്? ആര് പറഞ്ഞിട്ടാ നീ അത് ചെയ്തേ? പറയാൻ. ഹീരാമേ, ഈ മൊബൈൽ ഫോൺ ഇവളാ വീട്ടിൽ നിന്ന് കട്ടെടുത്ത് തന്നെ ആയിരിക്കും. നമ്മളിത് ഇവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കുന്ന ഭയന്നിട്ടായിരിക്കും ഇവളിത് ഒളിപ്പിച്ചു വെച്ചത്. ഇല്ലടാ ജോസേ, നീ വിചാരിക്കുന്നത് പോലെ ഇതത്ര നിസ്സാരമായ കാര്യമല്ല. ഇതിനു പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട്, അതുറപ്പാ. നമ്മള് വരുന്ന വഴിക്കൊന്നും ഈ സെമിത്തേരി കണ്ടില്ലല്ലോ. ഹീരമേ, ഹീരമേ, ദേ പുഴ. നീ ഫോൺ ഓണാക്കി വെച്ചിരിക്കായിരുന്നല്ലേ? അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നപ്പോ നീ സ്ഥലങ്ങൾ ഓരോന്നായി ചോദിച്ചോണ്ടിരുന്നേ. സെമിത്തേരിയും പള്ളിയും അമ്പലവും അങ്ങനെ ഓരോന്നും നീ എന്നോട് തിരക്കിയിരുന്നു. എന്തിനാടി നീ അങ്ങനെയൊക്കെ ചോദിച്ചത്? ആരെയാടി നീ ഇതൊക്കെ അറിയിച്ചോണ്ടിരുന്നേ? നീ പറയില്ലല്ലേ ജോസേ? ചിലപ്പോ പോലീസ് നമ്മളെ അന്വേഷിച്ച് ഇവിടെ വരും. പോലീസോ? അതെ, ഇവളാരോ ഒരാൾക്ക് വിവരം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയും വണ്ടിയിലിരുന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാൾ അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇവളയാളെ അറിയിച്ചു. എടി ചിന്നു, നീ ഹീരമെ ചതിക്കല്ലേ? മര്യാദയ്ക്ക് പറയടി, ഈ ഫോൺ നിനക്ക് തന്നത് ആരാ? പറയാൻ പറയടി, പറയാൻ. ഇല്ല ഹീരമേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആർക്കും ഒരു വിവരം കൊടുത്തിട്ടില്ല. നീ എന്നോട് സത്യം പറയില്ലല്ലേടി? എങ്കിൽ നീ കേട്ടോ, പോലീസ് ഇവിടെ എന്നെ അന്വേഷിച്ച് വന്ന നിന്റെ പണി ഞാൻ തീർത്തിരിക്കൂടി. ഈ ഹീരാമെ ചതിക്കാൻ മാത്രം നീ വളർന്നോ? എടാ ജോസേ, എന്തോ? പോലീസ് ഇവിടെ നമ്മളെ അന്വേഷിച്ചെത്തിയ പിന്നെ ഒന്നും ആലോചിക്കണ്ട, ഇവളെ എന്നെ തീർത്തേക്കടാ. സർ, സർ, ഒന്ന് എന്റെ കൂടെ വരൂ പ്ലീസ്. അല്ല, നിങ്ങൾ എന്താ ഇവിടെ? അതൊക്കെ പറയാം. ഇപ്പൊ സാറിന്റെ കൂടെ വരൂ. എങ്ങോട്ട്? ചിന്നു അപകടത്തില, അവളെ രക്ഷിക്കണം. ചിന്നുവോ? നിങ്ങൾ ചിന്നുവിനെ എവിടെ വെച്ച് കണ്ടു? സാറ് വന്നപ്പോ അവൾ എന്റെ വീട്ടിലുണ്ടായിരുന്നു. അവൾ മോഷ്ടിക്കാനായിട്ട് അവിടെ വന്നു. അവളോട് സെന്റിമെന്റ്സ് തോന്നിയിട്ടാ നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞത്. പിന്നെ എന്തിനാ ഇങ്ങോട്ട് ഇപ്പൊ വന്നത്? സർ, എനിക്കൊരു തെറ്റുപറ്റി. ആ കുട്ടി പറഞ്ഞതൊക്കെ കേട്ടപ്പോ തന്നെ മോഷ്ടിക്കാനായിട്ട് ആരോ അവളെ നിർബന്ധിച്ച് അയച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. അതിന് പിന്നിലുള്ളത് ആരാണെന്ന് കണ്ടെത്തുകയായിരുന്നു എന്റെ ഉദ്ദേശം. അതുകൊണ്ടാ ഞാൻ നിങ്ങളോടൊക്കെ കള്ളം പറഞ്ഞത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്തത് മണ്ടത്തരായി പോയെന്ന്. അന്നേരം അവളെ സാറിനെ ഏൽപ്പിച്ചാ മതിയായിരുന്നു. സർ, സാർ പറഞ്ഞിരുന്നില്ലേ എവിടെന്നോ ഒരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു? അതെ. പക്ഷേ കക്കാൻ കയറി ചിന്നു തന്നെയാണെന്ന് സാറിന് എങ്ങനെ മനസ്സിലായത്?